ഇന്ത്യൻ സൈനിക ചരിത്രത്തിലെ ഏറ്റവും ധീരനായ, ശത്രുക്കളെപ്പോലും വിറപ്പിച്ച ഒരേയൊരു ഫീൽഡ് മാർഷൽ സാം മനേഷ്കർ. സാം ബഹദൂർ എന്ന് രാജ്യം സ്നേഹത്തോടെ വിളിച്ച ഇതിഹാസപുരുഷൻ. 1971 യുദ്ധത്തിൽ പാകിസ്ഥാനെ മുട്ടുകുത്തിച്ച് വെറും 13 ദിവസം കൊണ്ട് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത തന്ത്രശാലി. 1914 അമൃതസറിലാണ് സാം മനേഷ്കർ ജനിച്ചത്. ഒരു ഡോക്ടർ ആകാൻ ആഗ്രഹിച്ച അദ്ദേഹം അച്ഛനോടുള്ള വാശിപ്പുറത്താണ് മിലിട്ടറിയിൽ ചേർന്നത്. ഇന്ത്യൻ മിലിട്ടറി അക്കാഡമിയിലെ ആദ്യ ബാച്ചിലെ അംഗമായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബർമയിൽ വെച്ച് ശത്രുവിൻ്റെ മെഷീൻ ഗണ്ണിൽ നിന്ന് 9 വെടിയുണ്ടകളാണ് അദ്ദേഹത്തിൻ്റെ വയറ്റിൽ തറച്ചത്. മരിക്കുമെന്നുറപ്പിച്ച അദ്ദേഹത്തെ ഡോക്ടർമാർ രക്ഷപ്പെടുത്തി. 1973 ഇന്ത്യയിലെ ആദ്യത്തെ ഫീൽഡ് മാർഷൽ പദവി നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. 2008 ജൂൺ 27 തൻ്റെ 94-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. മരണക്കിടക്കയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ ഇതായിരുന്നു: "ഐ ആം ഓക്കെ." 1973 സാം മനേഷ്കർ മിലിട്ടറി സർവീസിൽ നിന്ന് വിരമിച്ചു. അതിനുശേഷം അദ്ദേഹവും ഭാര്യ സില്ലുവും വിശ്രമജീവിതം നയിക്കാൻ തിരഞ്ഞെടുത്തത് തമിഴ്നാട്ടിലെ നീലഗിരിയിലുള്ള മനോഹരമായ കൂണൂർ എന്ന ഹിൽ സ്റ്റേഷനാണ്. കൂണൂരിലുള്ള വെല്ലിംഗ്ടണിലെ പ്രശസ്തമായ ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജിൻ്റെ കമാൻഡായി 1959 മുതൽ 62 വരെ സാം മനേഷ്കർ സേവനമനുഷ്ഠിച്ചിരുന്നു. അന്നേ ഇവിടുത്തെ പ്രകൃതി ഭംഗിയും സ്വച്ഛതയും കാലാവസ്ഥയും ഒത്തിരി ഇഷ്ടമായിരുന്നു. പട്ടാളത്തിലെ തിരക്കുകളിൽ നിന്നും യുദ്ധങ്ങളുടെ ഓർമ്മകളിൽ നിന്നും മാറി പ്രകൃതിരമണീയമായ കൂണൂരിൽ അവർ ബംഗ്ലാവ് നിർമ്മിച്ച് സ്ഥിരതാമസം. സാം മനേഷ്കറുടെയും ഭാര്യ സില്ലുവിൻ്റെയും അന്ത്യവിശ്രമ സ്ഥലം തമിഴ്നാട്ടിലെ ഊട്ടിയിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാഴ്സി സൊറസ്ട്രിയൻ ശ്മശാനത്തിലാണ്. ഭാര്യ സില്ലുവിൻ്റെ കല്ലറയ്ക്ക് തൊട്ടടുത്തായിട്ടാണ് സാം ബഹദൂറിനെയും പൂർണ്ണ ഔദ്യോഗിക സൈനിക ബഹുമതികളോടെ രാജ്യം കിടത്തിയത്. എല്ലാ വർഷവും ജൂൺ 27 ഇന്ത്യൻ ആർമിയിലെ ഉദ്യോഗസ്ഥർ ഊട്ടിയിലെ ഈ ശവകുടീരത്തിലെത്തി അദ്ദേഹത്തിന് ആദരവ് അർപ്പിക്കുന്നു. ഈ ധീരയോദ്ധാവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.